പ്ലസ് ടു പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവരാണോ നിങ്ങൾ? ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിലെത്താൻ സാധിക്കാത്തവരാണോ? ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ? എന്നാൽ ഇനി വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും SSLC പ്ലസ് ടു പാസ്സാകാം LB അക്കാദമിയിലൂടെ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിൽ പഠനം മുടങ്ങിയവർക്കും അപേക്ഷിക്കാം. PSC, UPSC, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത SSLC പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്, പാലത്തിങ്ങൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പേര് ആതിര. ഞാൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നത് October 31 ആണല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒക്കെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് പഠനം ആരംഭിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ LBയിലേക്കുള്ള പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും LBയിൽ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ മറ്റുള്ള കുട്ടികളോട് ചോദിച്ചാൽ, ഇവിടെ പഠിച്ചിരിക്കുന്ന മറ്റുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഓരോ സബ്ജക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പം എല്ലാവരും LBയിൽ ജോയിൻ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 39 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതും 2 പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് 15 മിനിറ്റ് ആണ് നമ്മുടെ കൂൾ ഓഫ് ടൈം വരുന്നത് അല്ലേ. മാക്സിമം 100 മാർക്കിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അതുപോലെ എക്സാമിന്റെ ടൈം നമുക്കറിയാം. അതുപോലെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ഏതൊരു എക്സാമിനും കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ആ കൂൾ ഓഫ് ടൈമിന്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഒരു ടെൻഷനും വേണ്ട. നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് വൺ വേർഡ് ഒക്കെ ഉള്ളതാണ്. ഗ്രാമറിന്റെ സെക്ഷൻ ഒന്നും പേടിക്കേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാക്സിമം 100 മാർക്കിന്റെ എക്സാം ആണ്. 3 hours ആണ് എക്സാം വരുന്നത്. അതിന് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. 39 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 2 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 1 to 19 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതിൽ MCQ ടൈപ്പ് ഉണ്ടാവും, fill in the blanks എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ കോളർ ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ടൈപ്പ്. ഇതൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ വരിക. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോന്നിനും എത്ര മാർക്കാണ് എന്നത് നോക്കിയതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്യുക. വെറുതെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വാരി വലിച്ച് എഴുതിയിട്ട് ടൈം കളയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അതാ പറയുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇൻസ്ട്രക്ഷൻസ് നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പാർട്ട് A എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. പാർട്ട് എയിൽ സെക്ഷൻ A എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു 1 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ടൈപ്പ് ആണ്. അപ്പോൾ ഓരോന്നും വായിച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു പോവാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. What do the villagers do when they find out about the mother's predicament? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണത്? ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്? ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. നിസീക്കലിന്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്ന പോയത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അമ്മേനെ ആ സ്കോർപ്പിയൻ അറ്റാക്ക് ചെയ്യുമ്പോൾ, അമ്മയുടെ ആ ഒരു സിറ്റുവേഷൻ അറിയുമ്പോൾ വില്ലേജേഴ്സ് എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. They leave her alone. They come to help her with the superstitions and ritual. They call a doctor immediately. They laugh at her. എന്താണ് അവര് വില്ലേജേഴ്സ് ഡോക്ടേഴ്സിനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവളെ അവഗണിക്കുന്നില്ല. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്, അവളുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞപ്പോൾ അവരുടെ ആ സൂപ്പർസ്റ്റിഷ്യൻസും റിച്വൽസ് ഒക്കെ വെച്ചിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, മദറിനെ ഹെൽപ്പ് ചെയ്യാനാണ് വില്ലേജേഴ്സ് ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ. എന്താണ് വില്ലേജ് പീപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിരിഞ്ഞു നിന്ന് കുറ്റം പറയുന്നവരാണെങ്കിൽ കൂടിയും നമുക്കൊരാപത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഓടിയെത്തുക എന്ന് പറയുന്നത് വില്ലേജ് പീപ്പിൾ ആയിരിക്കും. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ബി ആണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റി ഡസ് ദ പോയറ്റ് ഡിസയർ ഫോർ ദ വേൾഡ് ഇൻ ദി പോയം? വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഓർക്കുന്നുണ്ടോ? ആരുടെ പോയാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഇതിൽ അദ്ദേഹം ചോദിക്കുന്നത് ആ ഒരു പോയത്തില് എന്ത് ക്വാളിറ്റിയാണ് പോയറ്റ് നമ്മുടെ വേൾഡിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നത്? എന്ത് ക്വാളിറ്റിയാണ്? അതിന്റെ ആൻസർ ബി ആണ്, ഫിയർലെസ്നെസ്. നമ്മൾ പറയുന്നുണ്ട് ആളുകള് ഭയമില്ലാതെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്നൊരു ലക്ഷ്യം, എന്നൊരു കാഴ്ചപ്പാടാണ് രവീന്ദ്രനാഥ് ടാഗോർ ആ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കിയേ, വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് സിംബലൈസ് ഇൻ ദ പോയം? എന്റെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ പോയം എഴുതിയിരിക്കുന്നത് ആരാണ്? കമലാദാസിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ റീകോൾ ചെയ്യുന്ന ഒരു പോയാണ്. അതുപോലെ എന്താണ്, പോയിട്ട് ഒരുപാട് തന്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലോസ് ഓഫ് ലവ് അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് സിംബലൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലവ്, വാം ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി. കാരണം തന്റെ മുത്തശ്ശിയോടൊപ്പം അത്രയും അഫെക്ഷനേറ്റ് ആയിരുന്നു ആര്? നമ്മുടെ കമലാദാസ് എന്ന് പറയുന്നത് പോയിറ്റ് അല്ലെ. അപ്പൊ ലവ്, വാം ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരേ ഒരു സെന്റൻസിൽ മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ടു റോഡ് സിംബലൈസ് ഇൻ ദ പോയം? ഏത് ചാപ്റ്റർ ആണ്? റോഡ് നോട്ട് ടേക്കൺ അല്ലെ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്? നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ ലൈഫിൽ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വരും. അപ്പൊ ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ള നമ്മുടെ ലൈഫിലെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു രണ്ട് റോഡായിട്ട് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ സിംബലൈസ് ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ഓഫ് ഡിസിഷൻസ് ആണ്. നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന വഴികൾ, ഏത് ഉപേക്ഷിക്കണം, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള നമ്മുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയാണ് ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അടുത്തത് സി. What does the phrase chasing after the broken dreams imply in the poem where the mind is without fear? Again, രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോയത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ എന്താ ചേസിങ് ആഫ്റ്റർ ദ ബ്രോക്കൺ ഡ്രീംസ് എന്ന ആ ഒരു ഫ്രേസ് കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? പെർസ്യൂയിങ് ഫോൾസ് ഹോപ്സ് ഓർ ഷാറ്റേർഡ് ഐഡിയൽസ് ദാറ്റ് നോ ലോങ്ങർ ഹോൾഡ് വാല്യൂ ഓർ ട്രൂത്ത്. അതായത് നമുക്ക് സാധിക്കാത്ത ഒരുപാട് ഹോപ്പുകൾ, ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാവും. നമ്മൾ വീണ്ടും അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രോക്കൺ ഡ്രീംസിന്റെ കൂടെ അത് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ ട്രൂ ആൻഡ് ഫോൾസ് സെന്റൻസസ്. തന്നിരിക്കുന്ന പാസേജ് നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു പാസേജ് ഒന്ന് വായിക്കാം. The ultimate goal of all drug abuse treatment is to enable the patient to achieve lasting abstinence, but the immediate goals are to reduce drug use, improve the patient's ability to function, and minimize the medical and social costs of drug abuse. There are several types of drug abuse treatment programs, short-term methods, last less than 6 months and residential therapy, medication therapy and drug-free outpatient therapy. Longer-term treatment may include, for example, methadone maintenance, outpatient treatment for opiate addicts, and residential therapeutic communication treatment. So, ഈ ഒരു പാസേജ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് അല്ലെ, മയക്കുമരുന്നിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മയക്കുമരുന്നിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് മയക്കുമരുന്നിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് ഈ ഡ്രഗ് അബ്യൂസിനായിട്ട്. എന്തൊക്കെ ഫംഗ്ഷൻ ഇതാണ് പറയുന്നത്? there are several types of drug abuse treatments ഉണ്ട്. എന്തെങ്കിലും ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതായത് 6 മാസത്തിൽ താഴെയുള്ള ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം
ട്രീറ്റ്മെന്റ്സും ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നും അതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി വായിക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. ഒന്നാമത്തത്, ദ ഫൈനൽ പേർപ്പസ് ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെന്റ് ഈസ് ടു എനബിൾ പേഷ്യന്റ് ടു ഗിവ് അപ്പ് ഡ്രഗ് ഫോർ എവർ. എന്താണ് പറയുന്നത്? മയക്കുമരുന്ന് ദുരുപയോഗ ചികിത്സയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പേഷ്യൻസിന് ഡ്രഗിൽ നിന്നും അത് ഉപേക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അതിന്റെ ആൻസർ ട്രൂ ആണ്. രണ്ടാമത്തത്, ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെന്റ് ഈസ് ഇഫക്റ്റീവ്. അല്ലെ, ഈ ഒരു പാസേജിലൂടെ പറയുന്നത് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണെന്നാണ്. അതും ട്രൂ ആണ്. മൂന്നാമത്തത്, ഡ്രഗ് അബ്യൂസ് ഈസ് അക്സെപ്റ്റഡ് ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി ഡ്രഗ് അബ്യൂസ് അക്സെപ്റ്റ് ചെയ്തു എന്ന്. അല്ലെ, അത് തെറ്റാണ്. അല്ലെ, നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഡ്രഗ് അബ്യൂസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് ഫാൾസ് ആണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളംസ് വിത്ത് റെഫറൻസ് ടു ഇഫ് ഐ വേർ യു. ഇഫ് ഐ വേർ യു എന്ന വൺ ആക്ട് പ്ലേ. അല്ലെ, ആ ഒരു വൺ ആക്ട് പ്ലേ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ക്യാരക്ടറാണ് ജെറാഡും ഇൻട്രൂഡറും. അല്ലെ, ജെറാഡിന്റെയും ഇൻട്രൂഡറിന്റെയും ഒരു കഥയാണ്, പ്ലേ ആണ് അതിൽ പറയുന്നത്. ആ ഒരു ചാപ്റ്ററിനെ, പ്ലേനെ ബേസ് ചെയ്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ജെറാഡ്, ഇൻട്രൂഡർ, ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ, സെറ്റിംഗ് ഓഫ് ദ പ്ലേ കൊടുത്തിട്ടുണ്ട്. ജെറാഡ് ആരാണ്? ആ ഒരു പ്ലേയിൽ ജെറാഡ് ആരാണ്? അതിലത്തെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ജെറാഡ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. രണ്ടാമത്തത് ഇൻട്രൂഡർ. ഇൻട്രൂഡറിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? എങ്ങനെയെങ്കിലും ജെറാഡിനെ കൊന്നിട്ട് ജെറാഡിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇൻട്രൂഡർ വരുന്നത്. സോ അതിന്റെ ആൻസർ എ ആണ്. ക്രിമിനൽ പ്ലാൻസ് ടു സ്റ്റീൽ ഹിസ് ഐഡന്റിറ്റി. ദെൻ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ, ഐ ഫൈ വേർ യു എന്ന ചാപ്റ്ററിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? ജെറാഡ് ഇൻട്രൂഡറിന്റെ ആ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ജെറാഡ് എന്ത് ചെയ്യാണ്? കബോർഡില് ഇൻട്രൂഡറിനെ ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ ഡി ആണ് അതിന്റെ ആൻസർ, ലോക്ക്ഡ് ഇൻ എ കബോർഡ്. നാലാമത്തത്, സെറ്റിംഗ് ഓഫ് ദ പ്ലേ. എവിടെയാണ് ഈ ഒരു പ്ലേ നടക്കുന്നത്? എവിടെയാണ്? നമുക്കറിയാം, ജെറാഡ്സ് കോട്ടേജ്. സി ആണ് അതിന്റെ ആൻസർ. ജെറാഡിന്റെ കോട്ടേജിലാണ് ഈ ഒരു പ്ലേ നടക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. എ നോക്കുക, വാട്ട് ഡസ് ദ ഫാദർ വാണ്ട് ഫോർ ഹിസ് സൺ. ഏത് ചാപ്റ്ററിലാണ്? ദ ടൈഗർ ഇൻ ദ ടണൽ. അല്ലെ, ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. എ ലൈഫ് ഓഫ് ഇൻഡിപെൻഡൻസ്. എ ലൈഫ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. രണ്ടാമത്തത്, വാട്ട് ഹാപ്പൻസ് ടു ബാൽഡിയോ ഇൻ ദ ടണൽ. അതും ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ്. ബാൽഡിയോക്ക് എന്താണ് സംഭവിച്ചത്? ടണലിൽ വെച്ച് എന്ത് സംഭവിച്ചു? ബി ആണ് അതിന്റെ ആൻസർ. ഹി ഈസ് അറ്റാക്ക്ഡ് ബൈ ദി ടൈഗർ. ഫൈനലി എന്താ സംഭവിച്ചത്? ടൈഗറിന്റെ അറ്റാക്കില് ബാൽഡിയോ മരിക്കുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഫസ്റ്റത്തെ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് സെക്ഷൻ ബി, നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് പുറത്തു നിന്നൊരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിനും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജ് നല്ലോണം വായിച്ചതിന് ശേഷം ആൻസർ ചെയ്താൽ മതി. നോക്കാം. Read the following passage carefully and answer question number 6 and 7. തന്നിരിക്കുന്ന പാസേജ് വായിച്ചതിന് ശേഷം 6 and 7 questions ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. In the heart of the bustling city, there was a small park known as Greenfield Park. It served as a tranquil escape for the inhabitants amid the urban chaos. Every morning, joggers could be seen running along the winding paths, while children played joyfully on the swings. The park was also home to many beautiful trees, which provided shades on sunny days. അപ്പൊ എന്താണ് സിറ്റിയുടെ ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ഹാർട്ട് ഓഫ് ബസ്ലിംഗ് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബസ്ലിംഗ് മീൻസ് തിരക്കേറിയ, അതായത് സിറ്റിയുടെ തിരക്കേറിയ ലൈഫിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഗ്രീൻഫീൽഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വളരെ കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഏത്? ഈ ഗ്രീൻഫീൽഡ് പാർക്ക്. അപ്പൊ എല്ലാ ദിവസവും അവിടെ രാവിലെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. അതുപോലെ കുട്ടികൾ അവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടാറുണ്ട്. അവിടുത്തെ വലിയ വലിയ ട്രീസ്, ബ്യൂട്ടിഫുൾ ട്രീസ് ഒക്കെ അവിടെ ഒരു ഷെൽട്ടർ പോലെ, ഒരു തണല് തരും എന്നൊക്കെയാണ് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറയുന്നത്.
രണ്ടാമത്തത്, one of the favorite spot in the park was the pond where ducks floated lazily and families often fed them breadcrumbs. As season changed, the park transformed. During autumn, the leaves turned vibrant shades of orange and red, creating a picturesque scene. അതായത് എന്താ പറയുന്നത്, അവിടുത്തെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് അവിടുത്തെ പോണ്ട് എന്ന് പറയുന്നത്, അവിടുത്തെ കുള. അതിൽ ഒരുപാട് ഡക്സ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഒരുപാട് ഫാമിലീസ് ഒക്കെ അവിടെ ഒരു ഗ്രീൻഫീൽഡ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ ഡക്സിനൊക്കെ ബ്രെഡ് ക്രംസ് ഒക്കെ കൊടുക്കാറുണ്ട്, അവർ ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്യൂറിങ് ഓട്ടം സീസൺ ആവുന്ന സമയത്ത് ഈ ലീവ്സ് ഒക്കെ ഓറഞ്ച് ആൻഡ് റെഡ് കളർ ആവും. അതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്നാണ് പറയുന്നത്. Despite its beauty, Greenfield Park faced challenges. Occasionally, litter would accumulate and the city officials had to organize community cleanup days. Local volunteers took pride in maintaining the park, believing it was essential for the community's well-being. So, ഇതിൽ പറയുന്നത് ഏതൊരു പാർക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന് പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഗ്രീൻഫീൽഡ് പാർക്കിന്റെ ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, വിസിറ്റേഴ്സ് ഒക്കെ വരും. അപ്പൊ വിസിറ്റേഴ്സ് വരുമ്പോ അവർ കഴിച്ച എന്തിനെങ്കിലൊക്കെ ലിറ്റേഴ്സ്, അതായത് മാലിന്യങ്ങളൊക്കെ അവിടെ വലിച്ചെറിയാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഗ്രീൻഫീൽഡ് പാർക്ക് എന്താണ് അവിടെ എന്താ പറയാ മലിനമാവും. അപ്പൊ എന്താണ്, സിറ്റി അതോറിറ്റീസ് ഒക്കെ അതിനായിട്ട് കമ്മ്യൂണിറ്റി ക്ലീനപ്പ് ഡേയ്സ് ഓർഗനൈസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോക്കൽ വോളണ്ടിയേഴ്സ് ഈ പാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതിലും അവർ വളരെ പ്രൈഡാണ് എന്നാണ് പറയുന്നത്. The story of Greenfield Park is a reminder of how green spaces enrich urban life, offering a place of relaxation, recreation and connection. As cities continues to grow, preserving such parks becomes increasingly important for future generations. അപ്പോൾ എന്താ പറയുന്നത്, ഗ്രീൻഫീൽഡ് പാർക്ക് പോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങള് സിറ്റി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ആളുകൾക്ക് റെസ്റ്റ് എടുക്കാനും അവരുടെ സന്തോഷത്തിനും ഒക്കെ ഇത്തരത്തിലുള്ള പാർക്കുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത്തരത്തിലുള്ള പാർക്കുകൾ പ്രിസർവ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടി നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് ഇപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ തന്നിരിക്കുന്ന 6 and 7 ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. തന്നിരിക്കുന്ന സെന്റൻസ് ഇവിടെ ഞാൻ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഡാഷ് എന്നാണ് ശരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആൻസർ അടക്കം കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഗ്രീൻഫീൽഡ് പാർക്ക് സെർവ്സ് ആസ് എ ഡാഷ് എസ്കേപ്പ് ഫോർ സിറ്റി ഇൻഹാബിറ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാ, പാസേജ് വായിക്കുക. അതിൽ തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് സെർവ്ഡ് ആസ് എ ഡാഷ് എസ്കേപ്പ് ഫോർ ദ ഇൻഹാബിറ്റൻസ്. എന്താണ്, ട്രാങ്ക്വിൽ എസ്കേപ്പ് ഫോർ ദി ഇൻഹാബിറ്റൻസ്. അങ്ങനെ പാസേജിൽ നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത്തത്, ഇൻ ഓട്ടം ദ ലീവ്സ് ടേൺ വൈബ്രന്റ് ഷെയ്ഡ്സ് ഓഫ് ഡാഷ് ആൻഡ് റെഡ്. എന്താണ്, ഓട്ടം സീസൺ ആവുമ്പോ ഇലകളൊക്കെ കൊഴിയുന്ന ഒരു കാലമാണ്. അപ്പൊ എന്താവും, റെഡ് ആൻഡ് ഓറഞ്ച് കളർ ആവും നമ്മൾ പറഞ്ഞു. അപ്പൊ ഓറഞ്ച് ആണ് അതിന്റെ ആൻസർ. സി, ലോക്കൽ വോളണ്ടിയേഴ്സ് പ്രൈഡ് ദംസെൽസ് ഇൻ മെയിൻറ്റെയിനിങ് ദ പാർക്ക്. അല്ലെ, അവിടുത്തെ ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ വോളണ്ടിയേഴ്സ് ആ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ പ്രൈഡ് ആണെന്നാണ് പറഞ്ഞത്. സോ അതിന്റെ ആൻസർ മെയിൻറ്റെയിനിങ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഗ്രീൻഫീൽഡ് പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡാഷ് ഏരിയ. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലേ തന്നെ പറഞ്ഞ കാര്യമാണ് അല്ലെ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, റൂറൽ ആണോ, സബർബൻ ആണോ, ബസ്ലിംഗ് ആണോ, റിമോട്ട് ആണോ? ബസ്ലിംഗ് അല്ലെ, തിരക്കേറിയ ഒരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ബസ്ലിംഗ്, സി ആണ് അതിന്റെ ആൻസർ. അടുത്തത്, ദ പോണ്ട് ഇൻ ദ പാർക്ക് ഈസ് ഹോം ടു ഡാഷ്. ആ പോണ്ടിൽ ആരാണുള്ളത്, സി, ഡക്സ് ആണ് ഉള്ളത്. Then അടുത്തത്, what does the community organize to deal with litter in the park? അവിടെ litter means മാലിന്യങ്ങൾ അല്ലെ. അതെന്താണ് കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യുന്നത്, അവിടുത്തെ കമ്മ്യൂണിറ്റീസ് എന്താണ് അവിടെ ഓർഗനൈസ് ചെയ്തത്, സി, ക്ലീൻ അപ്പ് ഡേയ്സ് ആണ് അവർ ഓർഗനൈസ് ചെയ്തത്. സോ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡന്റിഫൈ ദ ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അല്ലെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം.
Mount Everest, the highest peak in the world, stands tall at 8,848 meters above sea level, located in the Himalayas on the border between Nepal and the Tibet Autonomous Region of China. It attracts thousands of climbers each year, while many climbers aspire to reach the summit. The journey to the top is fraught with challenges. The extreme altitude presents serious health risks, including altitude sickness, which can be ലൈഫ് ത്രെറ്റനിങ്. സോ ഇവിടെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് എന്ത്, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടി. അപ്പൊ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് 8,848 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതം, അതായത് ഈ ഒരു മൗണ്ടൻ എന്ന് പറയുന്നത് നേപ്പാളിന്റെയും ടിബറ്റ് ഓട്ടോണമസ് റീജിയന്റെയും ബോർഡറിൽ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഓരോ വർഷവും ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു മൗണ്ടെയിൻ കയറാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ എവറസ്റ്റ് കയറുന്നതിന് വളരെ റിസ്ക് ഏറിയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഉയരമുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ കാറ്റിന്റെയും ചൂടിന്റെ ഒക്കെ കാരണം മൂലം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും അത് നമുക്ക് ലൈഫിന് തന്നെ ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ്. The first successful ascent of Mount Everest was achieved in 1953 by Sir Edmund Hillary of New Zealand and Tenzing Norgay, a Sherpa of Nepal. Their achievement marked a historic moment in mountaineering and opened the door for future expedition. Since then, the popularity of climbing Everest has increased, leading to a boom in tourism. However, this has also resulted in environmental concerns as waste accumulates on the മൗണ്ടെയിൻ. അപ്പൊ എന്താ പറയുന്നത്, 1953 ന്യൂസിലാൻഡുകാരനായ സർ എഡ്മണ്ട് ഹിലറിയും അതുപോലെ നേപ്പാളിൽ നിന്നുള്ള ടെൻസിങ് നോർഗയും ചേർന്നാണ് ആദ്യമായിട്ട് എവറസ്റ്റില് സക്സസ് ആയത്, എവറസ്റ്റ് കയറിയത്. അപ്പൊ ഇവരുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു നേട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം എവറസ്റ്റ് കയറുന്നതിനുള്ള മറ്റുള്ളവരുടെ താല്പര്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ടൂറിസം വലുതാവുകയും ചെയ്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ മൗണ്ടെയിനിൽ നമ്മൾ നേരത്തെ ഗ്രീൻഫീൽഡ് പാർക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൗണ്ടെയിനിലും എന്ത് വരാൻ തുടങ്ങി, ലിറ്റേഴ്സ്, മാലിന്യങ്ങൾ കൂടുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് തുടങ്ങി, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വരാനായിട്ട് തുടങ്ങി. Climbers must prepare extensively and hire experienced guides, often from local Sherpa communities, who possess invaluable knowledge of the mountain. Despite the risk, including avalanches and unpredictable weather, the allure of standing at the roof of the world continues to draw adventurers from around the globe. Efforts to promote responsible tourism and minimize impact on the environmental are vital to preserving the integrity of Mount Everest for future climbers. So, ഇതിൽ പറയുന്നത് എന്താണ്, ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ പർവ്വതാരോഹകർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് ഈ മൗണ്ടെയിൻ കയറുന്ന, എവറസ്റ്റ് കയറുന്ന ആൾക്കാർ, അവരിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഡേ ബൈ ഡേ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവര് ഈ ക്ലൈംബേഴ്സ് നല്ല വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഈ പരിചയസമ്പന്നരായിട്ടുള്ള ഗൈഡുകളെയൊക്കെ നിയമിക്കുകയും ചെയ്തു. അപ്പോ എന്താ പറയാ, അപ്പൊ പലപ്പോഴും ഈ ഷേർപ്പ സമൂഹങ്ങളിൽ വരുന്നവരാണ് കൂടുതലും. അപ്പൊ അവർക്ക് എന്താണ്, ഈ മൗണ്ടെയിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള, നല്ല നോളജ് ഉള്ളവരാണ്. അപ്പൊ ഇവര് എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള അപകട സാധ്യതകളിലും എന്താ പറയുന്നത്, ഈ റൂഫ് ഓഫ് ദ വേൾഡ്, അതായത് ലോകത്തിന്റെ മേൽക്കൂരയിൽ നിൽക്കുന്നതിന്റെ ഒരു എന്താ പറയാ ഒരു ആകർഷണം ലോകത്തുള്ള എല്ലാവർക്കും അഡ്വഞ്ചേഴ്സിനെ ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതാം. മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് എൻറ്റയർലി ഇൻ നേപ്പാൾ, അല്ലെ? അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മൗണ്ട് എവറസ്റ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? നേപ്പാളിനും ടിബറ്റിനും തമ്മിലുള്ള ഒരു ബോർഡറിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ശരിക്കും നേപ്പാളിലാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നേപ്പാളിനും ടിബറ്റിനും ബോർഡറിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ അത് ഫാൾസ് ആണ്. രണ്ടാമത്തത്, സർ എഡ്മണ്ട് ഹിലറി ആൻഡ് ടെൻസിങ് നോർഗെ വേർ ദ ടു സക്സസ്ഫുൾ ക്ലൈം മൗണ്ട് എവറസ്റ്റ്, അല്ലെ? ഇവര് രണ്ടുപേരുമാണ് ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കയറിയത്. അത് ട്രൂ ആണ്. സി,
ക്ലൈംബിംഗ് എവറസ്റ്റ് പോസസ് നോ സിഗ്നിഫിക്കന്റ് ഹെൽത്ത് റിസ്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ പാസേജിൽ പറഞ്ഞത്? അല്ല, ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഒരു ലൈഫ് ത്രെറ്റനിങ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് ഫാൾസ് ആണ്. D. The number of climbers attempting to reach the summit has decreased over the years. Decreased ആണെന്ന് പറയുന്നത് ക്ലൈംബേഴ്സിന്റെ എണ്ണം ഡിക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഫാൾസ് ആണ്. E. Local Sherpa guides are often hired for climbing expedition. അത് കറക്റ്റ് ആണ് അല്ലേ? ലോക്കൽ ഷെർപ്പ ഗൈഡ്സിന് കൂടുതൽ എന്തുണ്ട്? അറിവുകളുണ്ട്, നോളജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പലതരത്തിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഗൈഡുകളെ നിയമിക്കണം എന്നാണ് പറയുന്നത്. ട്രൂ ആണ്. അടുത്തത് എൻവിയോൺമെന്റൽ കൺസേൺസ് ഹാവ് അറൈസൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ടൂറിസം ഓൺ മൗണ്ട് എവറസ്റ്റ്. അതും ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. സോ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻ എയും ബിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്ഷൻ സി ഗ്രാമർ ആണ്. ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം നമ്മൾ ഗ്രാമർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്സ്, അങ്ങനെ കുറെ ടെൻസുകൾ, പ്രസന്റ് ടെൻസ്, അങ്ങനെയുള്ള ടെൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർബിന്റെ ഫോംസുകൾ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എൽ ബിയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഗ്രാമർ സെക്ഷൻ ഒക്കെ എടുത്തു പോകുന്നത്. ജെറണ്ട് എന്താണ്, ഇൻഫിനിറ്റീവ് എന്താണ് ഒക്കെ ഈ ടൈമിൽ നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ലൈവ് സെക്ഷൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലൈവ് സെക്ഷൻ. അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ സെക്ഷൻ സി ഗ്രാമർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, fill in the blanks with the appropriate form of verb. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഗ്രാമറും പറഞ്ഞു പോകാനുള്ള ടൈം ഇല്ല. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഒക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുക. നിങ്ങളോട് ലെക്ചർ നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നോക്കാം. അപ്പൊ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം ഓഫ് വെർബ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എ നോക്കിയേ, ഹി ഈസ് കേപ്പബിൾ ഓഫ് ഡാഷ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർബ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താണ് വരിക? സോൾവിങ് ആണ് അതിന്റെ ആൻസർ. എന്തുകൊണ്ടാണ് അവിടെ സോൾവിങ് വരാനായിട്ട് കാരണം? കേപ്പബിൾ ഓഫ് എന്നതുകൊണ്ട് പറയുന്നത് എന്താണ്? കേപ്പബിൾ ഓഫ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ എ ജെറണ്ട്. ജെറണ്ട് നമുക്കറിയാം വെർബ് പ്ലസ് ING. ഇവിടെ വെർബ് എന്ന് പറയുന്നത് സോൾവ് ആണ്. അപ്പൊ സോൾവ് പ്ലസ് ING സോൾവിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ നോക്കുക, വൈൽ ഡാഷ്, അതായത് വോക്ക് എന്നുള്ള വെർബാണ് കൊടുത്തിരിക്കുന്നത്. വൈൽ ഡാഷ് ത്രൂ ദ മാൾ ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? വൈൽ എന്നത് ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫോളോഡ് ബൈ എ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതുകൊണ്ട് വെർബ് പ്ലസ് ING. അപ്പോ വാക്കിംഗ് ആണ് അവിടെ വരിക. Then C, she always dash bring her books to class. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർഗെറ്റ് എന്നുള്ള വെർബാണ്. അപ്പൊ എന്താ നമ്മൾ പറയാ? ഇവിടെ ഓൾവേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഹാബിറ്റ്, ഒരു ശീലത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾവേസ്, എല്ലാ ദിവസവും അല്ലെ. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളും കാണിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ സബ്ജക്റ്റ് ഷീ ആവുമ്പോ വെർബിന്റെ കൂടെ SORES ചേർക്കണം. അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഫോർഗെറ്റ് ആവുമ്പോ ഫോർഗെറ്റ്സ് S ചേർക്കുക. ഫോർഗെറ്റ്സ് ആണ് അതിന്റെ ആൻസർ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രാമറും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആൻസർ പറഞ്ഞു പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇൻ ദ സെന്റൻസ് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു റെസ്പെക്ട് ദ റൂൾസ്. ടു റെസ്പെക്ട് ഈസ് ആൻ ഡാഷ്. ഇവിടെ റെസ്പെക്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജെറന്റ്, ഇൻഫിനിറ്റീവ്, ഫിനിറ്റ് വെർബ്, പാർട്ടിസിപ്പിൾ. എന്താണ് അതിന്റെ ആൻസർ? ഇൻഫിനിറ്റീവ്. ബി ആണ് അതിന്റെ ആൻസർ. അതായത് ഇവിടെ ടു റെസ്പെക്ട് എന്നത് ഇൻഫിനിറ്റീവ് ആണ്. അതായത് ടു പ്ലസ് വെർബ്. ഇതൊരു ആക്ഷൻ എന്നതുപോലെ ഒരു ഐഡിയ ആണ് കാണിക്കുന്നത്.
ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. സോ ടു റെസ്പെക്ട് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. രണ്ടാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കണ്ടെയ്ൻ എ നോൺ ഫിനിറ്റ് വെർബ്. ഇതിൽ നോൺ ഫിനിറ്റ് വെർബ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീ ലവ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. ഹി പ്ലേസ് ഫുട്ബോൾ എവറി വീക്കെൻഡ്. ദേ ആർ ഗോയിങ് ടു ദി മാർക്കറ്റ്. വി വാച്ച് ദ സൺസെറ്റ് എവറി ഡേ. സോ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഷീ ലവ്സ് സ്വിമ്മിങ് ഇൻ ദി ഓഷ്യൻ. എന്തുകൊണ്ടാണ്? സ്വിമ്മിങ് എന്നത് ഇവിടെ എന്താണ്? നോൺ ഫിനിറ്റ് വെർബാണ്. കാരണം അതെപ്പോഴും സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുക അല്ലെ. അപ്പൊ അത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്വിമ്മിങ് എന്നത് എന്താണ്? നോൺ ഫിനിറ്റ് വെർബാണ്. ദെൻ അടുത്തത് ഇൻ ദ സെന്റൻസ് ജോഗിങ് എവറി മോർണിംഗ് കീപ്സ് മീ ഹെൽത്തി. ജോഗിങ് ഈസ് ആൻ ഡാഷ്. ജെറണ്ട് ആണോ, പാർട്ടിസിപ്പിൾ ആണോ, ഫിനിറ്റ് വെർബ് ആണോ, ഇൻഫിനിറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും ഇല്ല, ജെറണ്ട് ആണ് അല്ലെ. ജെറണ്ട് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ജോഗിങ് എന്ന് പറയുന്നത് ജെറണ്ട് ആണ്. ജോഗിങ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിനാൽ അത് ജെറണ്ട് ആണ്. വെർബ് പ്ലസ് ING നൗൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. Then D. In the sentence, I enjoy reading books on history. Reading is a dash. എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? റീഡിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് തന്നെയാണ് അല്ലെ. ഇവിടെ റീഡിങ് എൻജോയ് എന്ന വെർബ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജെറണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഡു ഐ എൻജോയ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഐ എൻജോയ് റീഡിങ് അല്ലെ. സോ അത് ജെറണ്ട് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. Then 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Fill in the blanks with appropriate words to make WH questions. അല്ലെ, നമ്മൾ WH questions പഠിക്കാനായിട്ട് നമ്മളൊരു പോയം, ഒരു പാട്ട് രൂപേണ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിലായാലും നമ്മുടെ ലൈവ് സെക്ഷനിലായാലും ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. WH questions പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്താണ്? നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് നമുക്ക് മനസ്സിലാവും അല്ലെ. വാട്ട് എന്ത് വിച്ചത് വേറെവിടെ വെണ്ണിപ്പോൾ ഹൂവാര് ഹൂമാര് ഹൂസാരുടെ അല്ലെ. ഓ ദിത്തിത്താരാദിത്തിത്തേ ആ ഒരു ട്യൂണിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ട്രിക്കിലൂടെയാണ്. സോ WH ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ പഠിക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. വാട്ടെന്ത് വിച്ചത് വേറെവിടെ വെണ്ണിപ്പോൾ ഹൂവാര് ഹൂമാര് ഹൂസാരുടെ അങ്ങനെ പഠിക്കാം. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആർ യു പ്ലാനിങ് ടു വിസിറ്റ് ഡ്യൂറിങ് യുവർ വെക്കേഷൻ. സോ എവിടെ പോവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ പറയാണ് ഐ ആം പ്ലാനിങ് ടു ഗോ ടു മുംബൈ. മുംബൈയിൽ പോവാനായിട്ട്. അപ്പൊ എവിടെ, വാട്ടെന്ത് വേറെവിടെ, സോറി വാട്ടെന്ത് വിച്ചത് വേറെവിടെ. സോ വേർ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത്, ഡാഷ് ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ മാത്സ് പ്രോബ്ലം. മാത്സ് എന്നാണ് കേട്ടാ. എസ് അവിടെ മിസ്സിംഗ് ആണ്. ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആര്. സോ ഹൂ ആര്, അതാണ് അതിന്റെ ആൻസർ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ ഗ്രാമർ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ D, ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിരുന്നു. അതിൽ പാർട്ട് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് B ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 39 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അത് പാർട്ട് Aയും പാർട്ട് Bയും ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് B ആണ്. അപ്പോൾ പാർട്ട് Aയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് B. അതിൽ സെക്ഷൻ A പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് Bയിൽ സെക്ഷൻ A പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം 20ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, വാട്ട് ഡസ് ദ ടാഗോർ മീൻ ബൈ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ഇൻ ദ പോയം വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ അല്ലേ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചപ്പോഴും വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ടാഗോറിൻ്റെ പോയം.
അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗോർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ടാഗോർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു പോയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് വളരെ അന്തസ്സോടെ ജീവിക്കണം എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള അടിച്ചമർത്തലുകളോ ഭയമോ ഇല്ലാതെ അഭിമാനത്തോടെയും ധൈര്യത്തോടെയും എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് നടക്കണം, അതായത് ഓരോ വ്യക്തിക്കും ഫ്രീഡം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ അതാണ് അതിൻ്റെ ആൻസർ. ടു എക്സ്പ്രസ് എ വിഷൻ ഓഫ് എ ഫ്രീ ആൻഡ് ഡിഗ്നിഫൈഡ് നേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡസ് ദ പോയറ്റ് ഡെപിക്ട് ദ മദേഴ്സ് ക്യാരക്ടർ ഇൻ ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ? അല്ലേ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ നമ്മുടെ കഴിഞ്ഞ സെക്ഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിസി മിസിക്കലിൻ്റെ പോയാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത്. പോയറ്റിൻ്റെ അമ്മേനെ ഒരു സ്കോർപ്പിയൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആ ഒരു പോയത്തിൽ ഹൗ ഡസ് ദ പോയറ്റ് ഡെപിക്ട് ദ മദേഴ്സ് ക്യാരക്ടർ ഇൻ ദ പോയം? മദേഴ്സിൻ്റെ അമ്മയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ആ ഒരു പോയത്തിൽ? നമുക്കറിയാം, സിമ്പിൾ ഓഫ് സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് ആൻഡ് സെൽഫ്ലെസ്നെസ്, അതായത് അൺകണ്ടീഷണൽ കെയർ ഓഫ് എ മദർ. അല്ലേ, ആ ഒരു അമ്മേനെ തേള് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫൈനലി അമ്മയുടെ വേദനയൊക്കെ മാറിയതിന് ശേഷം അമ്മ പറയുന്നൊരു വാക്യമുണ്ട്, എന്താണ്? എന്നെ മാത്രമേ സ്കോർപ്പിയൻ അറ്റാക്ക് ചെയ്തോളൂ, എൻ്റെ മക്കൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ലേ, അമ്മയുടെ ഒരു സ്നേഹവും കരുതലും, ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല ഒരു ശക്തി, ഒരു സ്ട്രെങ്ത്, ഒരു എൻഡ്യൂറൻസ്, അതായത് ഒരു എന്താ പറയുക, സഹിഷ്ണുത, നിസ്വാർത്ഥത, സെൽഫ്ലെസ്നെസ്, അതൊക്കെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എനി വൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. രണ്ടും കൂടി ആൻസർ ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. 21ാമത്തെ ക്വസ്റ്റ്യനിൽ എ നോക്കുക, ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. What emotion does the speaker express regarding her grandmother in the poem? Provide examples. എന്താണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന കമലാദാസിൻ്റെ പോയത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പോയത്തിൽ എന്ത് ഇമോഷനാണ് പ്രകടിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. എന്ത് ഇമോഷനാണ്? ഡീപ്പ് ലവ്, അഡ്മിറേഷൻ ആൻഡ് എ സെൻസ് ഓഫ് ലോസ്. അല്ലേ, എക്സാമ്പിൾ എന്താണ് അവിടെ പറയുന്നത്? അല്ലേ, സൈലൻസ് എന്ന് പറയുന്നുണ്ട്. ആ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം ആ ഒരു വീട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയി. അതാണ് നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതിൽ മെയിനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഡീപ്പായിട്ടുള്ള ലവും എന്താണ്, ഒരു സെൻസ് ഓഫ് ലോസ്, ഒരു നഷ്ടബോധം, അതൊക്കെയാണ് ആ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. എക്സാമ്പിൾ സൈലൻസിൻ്റെ കാര്യം പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദി റോഡ് നോട്ട് ടേക്കൺ ആൻഡ് ഹൗ ഈസ് ഇറ്റ് കൺവേഡ് ത്രൂ ദി പോയം? അല്ലേ, റോഡ് നോട്ട് ടേക്കണിലത്തെ ക്വസ്റ്റ്യനും നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. എന്താണ്? ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അല്ലേ, അതിൻ്റെ സെൻട്രൽ തീം എന്തായിരുന്നു? ദ ഇമ്പോർട്ടൻസ് ഓഫ് ചോയ്സസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ലൈഫ്. നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ഒരുപാട് ചോയ്സസ് നമ്മുടെ ലൈഫിൽ തിരഞ്ഞെടുക്കേണ്ട കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരുപാട് ഡിസിഷൻസ് ഉണ്ടാവും. അത് നമ്മുടെ ടു റോഡ്സും ആയിട്ടാണ് പോയറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ദ പോയറ്റ് കൺവേസ് ദാറ്റ് എവറി ഡിസിഷൻ ഷേപ്സ് വൺസ് ഫ്യൂച്ചർ ആൻഡ് ഈവൻ ദോ വി ക്യാൻ നെവർ ഗോ ബാക്ക് ആൻഡ് ട്രൈ ദ അനദർ പാത്ത്, അതർ ചോയ്സസ് ഡിഫൈൻ അവർ ജേർണി. അല്ലേ, നമ്മൾ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ തന്നെ ഒരു വഴി ആ പോയിട്ട് ചൂസ് ചെയ്ത് മറ്റേ വഴിയെ കുറിച്ചിട്ട് ആലോചിച്ച് ദുഃഖിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോവുക. അങ്ങനെയുള്ളൊരു കാര്യം കൂടി പോയിട്ട് പറയുന്നുണ്ട്. മറ്റേ വഴിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പു ആൻഡ് ഹിസ് ഫാദർ ബാൽഡിയോ. അല്ലേ, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്? ദ ടൈഗർ ഇൻ ദി ടണൽ. അല്ലേ, റസ്കിൻ ബോണ്ടിൻ്റെ. ടെമ്പുവിൻ്റെ ഫാദറിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ലവിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. അല്ലേ, അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലവിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. ബാൽഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ബ്രേവ്, വളരെ ധൈര്യമുള്ള, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വാച്ച്മാൻ ആയിരുന്നു. അല്ലേ, ആഫ്റ്റർ ഡെത്ത് ടെമ്പു എന്ത് ചെയ്തു? അച്ഛൻ്റെ ജോലി തിരഞ്ഞെടുക്കുകയാണ്. കാരണം എന്താണ്?
നമ്മൾ എപ്പോഴും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ അമ്മയ്ക്കും സിസ്റ്ററിനും ആരാണ് ഇനി ടെമ്പു ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് അറിഞ്ഞതിന് ശേഷം തൻ്റെ അച്ഛൻ്റെ ജോലി മകൻ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ലവിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പായിരുന്നു ടെമ്പുവിൻ്റെയും ഫാദർ ബാൽഡിയോൻ്റെയും എന്നാണ് പറയുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇൻട്രൂഡേഴ്സ് പ്ലാൻ ആൻഡ് വൈ ഡസ് ഇറ്റ് ജെയിൽ? ഇത് നമ്മൾ LB അക്കാഡമിയിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്താണ് ഇൻട്രൂഡേഴ്സിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞത്? ജെറാഡിനെ കൊന്നിട്ട് ജെറാഡിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇൻട്രൂഡറിൻ്റെ പ്ലാൻ. അതാണ് ടു കിൽ ജെറാഡ് ആൻഡ് സ്റ്റീൽ ഹിസ് ഐഡൻറ്റിറ്റി ടു എസ്കേപ്പ് ദി ലോ. അതാണ് അതിൻ്റെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡസ് ജെറാഡ് യൂസ് ഹിസ് ക്രിയേറ്റിവിറ്റി ടു എസ്കേപ്പ് ദ സിറ്റുവേഷൻ വിത്ത് ഇൻട്രൂഡർ? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്താ പറയുന്നത്? ജെറാഡ് യൂസസ് ഹിസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ടു എസ്കേപ്പ് ദി ഇൻട്രൂഡർ. ജെറാഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടായിരുന്നു, മാത്രമല്ല വളരെ ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനെ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്? ആരാണ് അതിലത്തെ സെൻട്രൽ ക്യാരക്ടർ? ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാധന അല്ലേ? ആരാധന എന്ന് പറയുന്നതാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ആ കുട്ടിയുടെ ഒരു കഥയാണ് പറയുന്നത് അല്ലേ? ആ കുട്ടി ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നൊരു തിരിച്ചറിവ് വരുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ആ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദ ടൈറ്റിൽ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് ഹൈലൈറ്റ്സ് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി, ദ നീഡ് ഓഫ് ട്രൂത്ത് ആൻഡ് ഐഡൻറ്റിറ്റി അല്ലേ? ഫൈനലി ആ ഒരു ട്രൂത്ത് അവൾ തിരിച്ചറിയാണ്. അപ്പം എന്താണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഹോണസ്റ്റി, സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇവയൊക്കെ എത്രത്തോളം പ്രാധാന്യമാണ് കാണിക്കുന്നത് എന്നാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ ബി, നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. ഓക്കെ, read the following passage carefully and answer question number 25 to 27. അതായത് നമ്മൾ കഴിഞ്ഞൊരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ വായിച്ചിട്ട് 25 മുതൽ 27 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിക്കാം. The advent of technology has significantly transformed communication in the modern world. Gone are the days when people relied primarily on letters and face-to-face interaction to convey messages. With the rise of the internet and mobile devices, communication has become instantaneous and accessible from almost anywhere in the world. അതായത് എന്താ പറയുന്നത്? മോഡേൺ വേൾഡിൽ കമ്മ്യൂണിക്കേഷനിൽ ടെക്നോളജിയുടെ വരവ് എന്താണ് വലിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി ലെറ്റേഴ്സിൻ്റെയും അതുപോലെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനെയും ഒക്കെ ആശ്രയിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ്? ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ വളർച്ചയോട് കൂടിയിട്ട് നമ്മുടെ ഈ വേൾഡിൽ എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു അല്ല, ലെറ്റേഴ്സ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, മെസ്സേജസ് ആണ് അല്ലേ? മുഴുവനും ഇൻ്റർനെറ്റ് കണക്ഷനാണ്. നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് വരെ എന്താണ്? ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൂടി തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. Social media platforms, messaging apps and video conferencing tools have refined the way we connect with others. These technologies enable individuals to share ideas, collaborate on projects and maintain relationships across distances. Moreover, they have provided a voice to those who may have been marginalized in traditional communication settings. അപ്പോൾ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, മെസ്സേജിങ് ആപ്സ്, അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഇവയൊക്കെ എന്താണ്? മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ദൂരത്താണെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാനും ഇപ്പോൾ പ്രൊജക്ട്സ് ഒക്കെ കൊളാബറേറ്റ് ചെയ്യാനും റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ഒരു ടെക്നോളജീസ് വഴി സാധിക്കും എന്നാണ് പറയുന്നത്.
However, while technology has enhanced connectivity, it has also brought about challenges. Issues such as cyberbullying, misinformation, and a decline in face to face interactions are notable drawbacks. Additionally, the overreliance on digital communication can lead to misunderstandings and weakened interpersonal relationships. അതായത് എന്നിരുന്നാലും ടെക്നോളജീസ് ആൻഡ് കണക്ടിവിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു ഡ്രോബാക്സ് ഉണ്ടാവും, ഒരു ചാലഞ്ചസ് ഉണ്ടാവും. എന്താണ്? സൈബർ ബുള്ളിങ്, മിസ്ഇൻഫോർമേഷൻ, ഡിക്ലൈൻ ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, അല്ലേ? സൈബർ ബുള്ളിങ് ഉണ്ടാവും, അതുപോലെ തന്നെ മിസ്ഇൻഫോർമേഷൻ, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ഒരു ചാലഞ്ചസ് തന്നെയാണ്. കൂടാണ്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായി ആശ്രയിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും റിലേഷൻഷിപ്സ് തകർക്കാനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. To harness the benefits of technology while mitigating its downsides, it is essential for users to develop digital literacy skills. Understanding how to communicate effectively in the digital realm while also recognizing the value of in-person interactions is crucial in navigating the complexities of modern communication. അതായത് ടെക്നോളജീസിൻ്റെ ഗുണങ്ങൾ, പോസിറ്റീവ്സ് പ്രയോജനപ്പെടുത്തുന്നതിനും അതിൻ്റെ ഡ്രോബാക്സ്, ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും യൂസേഴ്സ് ഡിജിറ്റൽ ലിറ്ററസി സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ എങ്ങനെ ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താമെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ മൂലം തിരിച്ചറിയുന്നതിനും മോഡേൺ കമ്മ്യൂണിക്കേഷൻ്റെ കോംപ്ലക്സിറ്റീസിനെ മറികടക്കുന്നതും വളരെ ക്രൂഷ്യലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് ടെക്നോളജി ചേഞ്ച് ദ വേ വി കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ പാസേജ്? എങ്ങനെയാണ് ടെക്നോളജീസ് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നതെന്ന്? എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഫസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, എന്താണ്, മോഡേൺ വേൾഡിൽ കമ്മ്യൂണിക്കേഷൻസ് വന്നതോടുകൂടിയിട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിനൊക്കെ ലെറ്റേഴ്സ് ഒന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ ഫുള്ള് എന്താണ്, ഇൻ്റർനെറ്റ് ത്രൂ ആണ് ലോകത്ത് എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. 26ാമത്, വാട്ട് ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് മെൻഷൻഡ് ഇൻ ദ പാസേജ്? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? 26ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയുന്നത്? മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആളുകളെ മെസ്സേജസ് പാസ് ചെയ്യാനും പ്രൊജക്ട്സ് കൊളാബറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ചാലഞ്ചസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ റൈസ് ഓഫ് ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെ ചാലഞ്ചസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചാലഞ്ചസ് ആയിട്ട് വരുന്നത്? സൈബർ ബുള്ളിങ്, മിസ്ഇൻഫോർമേഷൻ ആൻഡ് ഡിക്ലൈൻ ഇൻ ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻസ്, ഇതൊക്കെയാണ് ചാലഞ്ചസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, why is digital literacy emphasized in the context of modern communication? എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? 27ാമത്തേത്, അതായത് മോഡേൺ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ ഡിജിറ്റൽ ലിറ്ററസിക്ക് പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ലിറ്ററസി ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം എന്താ, ഇത് യൂസേഴ്സിന് ഓൺലൈനിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്തത്, read the given passage carefully and answer question number 28 to 13. ഇതും അതുപോലെ തന്നെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. Wildlife conservation is crucial for maintaining the biodiversity of our planet. It involves protecting various species and their habitat to ensure their survival. Every species has a unique role in its ecosystem, and the loss of any one species can lead to unforeseen consequences. For instance, predators maintain the balance of herbivore populations, preventing overgrazing and allowing vegetation to thrive. അതായത് വന്യജീവി സംരക്ഷണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിനായിട്ട് എന്തുകൊണ്ട് ക്രൂഷ്യൽ ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം.
ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ വിവിധ ജീവജാലങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുന്നതിന് സഹായകമാണ്. ഇത് ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിനായിട്ട് വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസും തങ്ങളുടെ എൻവയോൺമെന്റിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒരു സ്പീഷീസ് ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്കോളജിയുടെ ഇതിനെ തന്നെ ബാധിക്കും. ഒരുപാട് കോൺസിക്വൻസസ്, അനന്തരഫലങ്ങളും അതിൻ്റെ പുറകെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ജീവിയുടെ നഷ്ടം മുഴുവനും ആ ഒരു എൻവയോൺമെന്റിനെ ഫുള്ളായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. Moreover, wildlife contributes significantly to human welfare. Many medicines are derived from plants and animals, and the natural world provides essential resources such as food, water, and raw materials. As human populations grow, the pressure on wildlife intensifies, resulting in inhabitant destructions and poaching. To combat these challenges, effective conservation strategies must be implemented, including the establishment of protected areas, wildlife reservoirs, and legal enforcement against poaching. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നത് നിലനിൽക്കേണ്ടത് നമ്മുടെ ഈ എർത്തിലെ തന്നെ എൻവയോൺമെന്റ്, പരിസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇപ്പോൾ പല മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഭക്ഷണം, വെള്ളം, അതുപോലെ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ ആവശ്യമായിട്ടുള്ള ഇതുങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വന്യജീവികളുടെ സമ്മർദ്ദം എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എക്കോസിസ്റ്റത്തെ തന്നെ അതിൻ്റെ നാശത്തിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ചാലഞ്ചസ് ഒക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ നല്ല നല്ല സ്ഥലങ്ങൾ, സംരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും അത് സ്ഥാപിക്കലും ഇവരൊക്കെ നശിപ്പിക്കും. ഓരോ ജീവി നശിപ്പിച്ചാൽ അതിൻ്റെ ആ ഒരു എക്കോസിസ്റ്റം തന്നെയാണ് നശിച്ചു പോകുന്നതെന്ന് പറയും. അതിനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ നടപ്പാക്കേണ്ടതുമൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. Public awareness and education about wildlife conservation play a fundamental role in fostering appreciation for nature. By understanding the importance of each species and the delicate interconnections within ecosystems, communities can work towards more sustainable practices. Ultimately, the goal of wildlife conservation is to establish a harmonious relationship between humanity and the natural world, ensuring a vibrant planet for future generation. അതായത് ഈ വന്യജീവി സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു അവയർനെസ്, എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ് വളർത്തുന്നതിനുള്ള പങ്ക്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരു അവയർനെസ് നമ്മൾക്ക് കൊടുക്കണം. അപ്പോൾ ഓരോ ജീവിവർഗത്തിൻ്റെയും പ്രാധാന്യവും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ ഓരോ ബന്ധങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് കൂടുതൽ എന്ത് ചെയ്യും, സുസ്ഥിരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വന്യജീവി സംരക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മനുഷ്യനും അതുപോലെ നമ്മുടെ പ്രകൃതിയും തമ്മിൽ യോജിപ്പുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന് നല്ലൊരു എൻഷുറിങ് എ വൈബ്രന്റ് പ്ലാനറ്റ്, നല്ലൊരു പ്ലാനറ്റ് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഈസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ബയോഡൈവേഴ്സിറ്റി? എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബയോഡൈവേഴ്സിറ്റിയിൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റിയിൽ അത് അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് സഹായകമാണ്. അത് ഫസ്റ്റത്തെ ആ ഒരു പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഞാൻ ആൻസറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക കേട്ടോ. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു പ്രെഡറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഇക്കോളജിക്കൽ ബാലൻസ്? എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? എങ്ങനെയാണ്, അതായത് സന്തുലിതാവസ്ഥയ്ക്ക് ഈ പ്രെഡസ്റ്റർ എന്ന് പറഞ്ഞാൽ വേട്ടക്കാര് എങ്ങനെയാണ് സംഭാവന നൽകുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സസ്യബുക്കുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രെഡസ്റ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമിതമായി മേയുന്നത് തടയും, ഇത് സസ്യങ്ങളെ തഴച്ചു വളരാൻ അനുവദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയെ നിലനിർത്തുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ആൻസർ.
ഇവിടെ അതിന് ഇംഗ്ലീഷിലുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മലയാളം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചാലഞ്ചസ് ഡസ് വൈൽഡ് ലൈഫ് ഫേസ് ഡ്യൂ ടു ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ? എങ്ങനെയാണ് അതിന് ആൻസർ പറയുന്നത്? എന്താണ്? മനുഷ്യന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഈ വന്യജീവികളുടെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അങ്ങനെ അത് ആവാസ വ്യവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വേർഡ് സിമിലർ ഇൻ മീനിങ് ഫ്രം ദി പാസേജ്. ബിക്കം മോർ സീരിയസ് എന്ന് പറയുന്ന വേർഡിന് സിമിലർ ആയിട്ടുള്ള വേർഡ് അതാണ് ഇന്റൻസിഫൈസ്. ഇന്റൻസിഫൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗുരുതരമാകുന്നു, തീവ്രമാകുന്നു എന്നുള്ള മീനിങ് ആണ്. 2ാമത്തത്, ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി. എന്താണ്? ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി, ഊർജം. അപ്പൊ ഊർജ്ജസ്വലത എന്നുള്ളൊരു മീനിങ് വരുന്നതാണ് വൈബ്രന്റ്. അതാണ് അതിന്റെ ആൻസർ. സി, ആനിമൽസ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. അല്ലെ, ആനിമൽസ് എന്താണ്? ഓൺലി പ്ലാന്റ്സ് മാത്രം തിന്ന് ജീവിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? സസ്യഭുക്കുകൾ എന്നാണ് പറയുക, ഹെർബിവോർസ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? സെക്ഷൻ ബി എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് സെക്ഷൻ സി, ഗ്രാമർ ആണ്. 31 ക്വസ്റ്റ്യൻ നമ്പർ. Fill in the blanks using the passive form of the verbs given in the bracket. ഒന്നാമത്തെ നോക്കാം. The cookies eat hungrily, baked by my grandmother and എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഇവിടെ ഈറ്റും കൊടുത്തിട്ടുണ്ട്, ബേക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പാസീവ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ എഴുതേണ്ടത്. ദ കുക്കീസ് ഈറ്റ്, അതിന്റെ പാസീവ് ഫോം ഓഫ് ദ വെർബ് എന്തായിരിക്കും? പാസീവ് വോയിസ് എന്നത് ആക്ഷൻ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ആക്ഷൻ എന്താണ്? വാങ്ങുന്നതിനാണ് നൽകുന്നത് അല്ലേ? അതാണ് പാസീവ് വോയിസ് എന്നത്. സോ അപ്പൊ അത് വരുന്നത് വേർ ഈറ്റൺ ആൻഡ് വേർ ബേക്ക്ഡ്. അങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക കേട്ടാ. വേർ ഈറ്റൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, പാസീവ് ഫോം. ഈറ്റിന്റെ പാസീവ് ഫോം ആണ് വേർ ഈറ്റൺ എന്ന് പറയുന്നത്. അതുപോലെ വേർ ബേക്ക്ഡ്, അതാണ് അതിന്റെ ആൻസർ. അടുത്തത്, the plants cultivate by the local farmers and used to sustain the community. അതിന്റെ ആൻസർ വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? കൾട്ടിവേറ്റഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എഴുതുക. അതുപോലെ തന്നെ യൂസ് എന്നുള്ളത് എന്തായിട്ട് മാറും? പ്രസന്റ്, പ്രസന്റ് പാസീവ് ഫോം ആയിരിക്കും. അപ്പൊ അത് എന്തായിട്ട് മാറും? ആർ യൂസ്, ആർ യൂസ്ഡ്. ഓക്കെ. 32ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. അല്ലെ, ഡയറക്ട് സ്പീച്ചും ഇൻഡയറക്ട് സ്പീച്ച് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡയറക്ട് സ്പീച്ചിലുള്ളത് ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. നോക്കാം. ഷീ ആസ്ക്ഡ് മീ, ആർ യു കമ്മിങ് ടു ദി പാർട്ടി? അതെങ്ങനെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ആ ടെൻസ്, അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റും. അപ്പൊ അതിന്റെ ആൻസർ വരിക ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് കമ്മിങ് ടു ദി പാർട്ടി. അപ്പൊ നമ്മള് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കും ഡബിൾ ഇൻവെർട്ടഡ് കോമയൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് കമ്മിങ് ടു ദി പാർട്ടി, അതാണ് അതിന്റെ ആൻസർ. നമ്മുടെ നോട്ടും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക കേട്ടാ, എന്നാലേ കൂടുതൽ. നമ്മൾ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്നില്ല. അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നിങ്ങളോട് ലെക്ചർ നോട്ട് എഴുതാനൊക്കെ ഞാൻ പറയാറ്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹി സെഡ് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ. അതിന്റെ ആൻസർ എന്താണ്? ഇത് ഇൻഡയറക്റ്റില് പാസ്റ്റ് പെർഫെക്റ്റ് ആവാണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? ഡയറക്റ്റ് സ്പീച്ചിലുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ദാറ്റ് മൂവി ബിഫോർ, അങ്ങനെയാണ് വരിക. ഓക്കെ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, join the following sentences using the connectors given against each pairs. connectors, correct ആയിട്ടുള്ള connectors യൂസ് ചെയ്യാനാണ്. The man is a teacher, full stop. We met him at the airport last week. അപ്പൊ whom എന്നുള്ള കണക്ടർ എവിടെയാണ് യൂസ് ചെയ്യുക? എങ്ങനെയാണ് വരിക? The man whom we met at the airport last week is a teacher. അതാണ് അതിന്റെ ആൻസർ. അടുത്തത്, you do not hurry, you will miss the
praying. അപ്പൊ ഒന്നാമത്തേന് ഹൂം വരാനായിട്ടുള്ള കാരണം എന്താണ്? ഹി ഓർ ഹിം ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഹൂം എന്ന റിലേറ്റീവ് പ്രോനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് വിമാനത്താവളത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ആള് ആരാണ്? ഒരു ടീച്ചറാണ്. സോ ഹി ഓർ ഹിം വന്നത് കൊണ്ട് ഹൂം എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് യു ഡു നോട്ട് ഹറി യു വിൽ മിസ് ദ ട്രെയിൻ. ഇഫ് എന്നതാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ് ഇഫ് ഉപയോഗിക്കുന്നത്? ഒരു സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് യു ഡു നോട്ട് ഹറി യു വിൽ മിസ് ദ ട്രെയിൻ. അതാണ് അതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്തതാണ് സെക്ഷൻ ഡി, ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. ഇതിലാണ് നമ്മൾ പറഞ്ഞത് ലെറ്റർ, ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, നോട്ടീസ്, ജോബ് ആപ്ലിക്കേഷൻ, റെസ്യൂമേ, മെമോ, കംപ്ലൈന്റ് ലെറ്റർ, സമ്മറി റൈറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരിക. അപ്പൊ അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ആൻസറും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സമ്മറി മേക്കിംഗ് ആണ്. അതിൽ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തൊരു സമ്മറി പോലെ എഴുതുക. കണ്ടോ, സമ്മറൈസ് ചെയ്ത് എഴുതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ നമ്മൾ ആ ഒരു പാസേജ് വായിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അണ്ടർലൈൻ ചെയ്യുക. അതൊരു സമ്മറി പോലെ എഴുതുക. സമ്മറിന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം സമ്മറി പോലെ എഴുതുക. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് മേക്ക് എ നോട്ട്. തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് രണ്ട് അബ്രീവിയേഷൻസ്, അതായത് ചുരുക്ക രൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാനാണ്? നോട്ട് മേക്കിംഗ് തയ്യാറാക്കാനാണ്. അപ്പൊ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന നോട്ട് മേക്കിംഗ് ആണ് ഇത്. നിങ്ങൾ നല്ലോണം വായിച്ചു നോക്കിയിട്ട് എക്സാമിന് പോവാട്ടോ. ഓക്കെ, ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഓഫ് സെലിബ്രേറ്റിംഗ് ദ ഫെസ്റ്റിവൽ ഓഫ് ദിവാലി വിത്ത് യുവർ ഗ്രാൻഡ് പാരന്റ്സ് ഇൻ യുവർ നേറ്റീവ് വില്ലേജ്. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ദിവാലി സെലിബ്രേറ്റ് ചെയ്യാണ് നമ്മുടെ നേറ്റീവ് വില്ലേജിൽ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എഴുതാനായിട്ട് അത് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. ദിവാലി സെലിബ്രേഷന്റെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക. നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ആ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടേതായ വാക്കിൽ എഴുതിയാൽ മതി. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് എനി വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ആർ ലക്ഷ്മി, എ റെസിഡന്റ് ഓഫ് സിൽവർ ഓക്സ്, മുംബൈ. യു ആർ ഡീപ്ലി കൺസേൺഡ് ഓവർ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ത്രോൺ everywhere. Write a letter to the editor of a leading newspaper drawing his urgent attention towards the plastic pollution. പ്ലാസ്റ്റിക് പൊല്യൂഷന് എതിരായിട്ട് നമ്മുടെ വില്ലേജിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ എഡിറ്റർക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ലക്ഷ്മി, നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട് യു ആർ ലക്ഷ്മി. അപ്പൊ എന്താണ്? ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സല്യൂട്ടേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഇവിടെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് കംപ്ലൈന്റ് ലെറ്റർ ആണ്. കംപ്ലൈന്റ് ലെറ്റർ എങ്ങനെയാണ്? ഫോർമൽ ആയിട്ട് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ലെറ്ററിന്റെ ഫോർമാറ്റ് നമുക്കറിയാം, അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ദെൻ അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ സെക്ഷൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. അതിൽ 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് പ്രൊഫഷണൽ ലാംഗ്വേജ് വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ക്ലയൻസ്? അല്ലെ, ക്ലയൻസിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Using professional language when communicating with clients is important because എന്താണ്? Build trust and credibility, prevents misunderstandings. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി. അടുത്തത് ലിസ്റ്റ് 2 കീ സ്കിൽസ് ദാറ്റ് എ റിസപ്ഷനിസ്റ്റ് ഷുഡ് ഹാവ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള സ്കിൽസ് റിസപ്ഷനിസ്റ്റിന് നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടത്? ആക്റ്റീവ് ലിസണിങ് വേണം, ക്ലിയർ വെർബൽ കമ്മ്യൂണിക്കേഷനും അത്യാവശ്യമാണ്. അടുത്തത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ ആണ്. അത് എഴുതാം. അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒരു റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഇവിടെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഫംഗ്ഷൻ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാൻ പറ്റില്ല, അതിന്റെ പേരിലാണ് പറയാത്തത്. അതുകൊണ്ട് ഇവിടെ ആൻസർ അടക്കം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 39ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് എഴുതാനാണ്. മെസ്സേജും മെമോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ്? ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്?
Sriraj Mehta called to schedule an appointment with the senior manager, Sri Suresh Sharma, but he was not in the office at the time. Write a message for the receptionist to leave for the senior manager regarding the appointment request. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഈ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാം. അപ്പൊ മെസ്സേജ് 4 ആരാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്, ഫ്രം എവിടെ നിന്നാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്, അന്നത്തെ ഡേറ്റും ടൈമും കൊടുത്തിട്ട് മെസ്സേജ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് പറയാനുള്ള മെസ്സേജ് 1 or 2 സെന്റൻസിൽ എഴുതിയതിന് ശേഷം നമ്മുടെ കോണ്ടാക്ട് നമ്പറും കൊടുക്കുന്നു, റിസപ്ഷനിസ്റ്റ് എന്നും കൊടുക്കുന്നു. ഇതും ഒരു ബോക്സിലായിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.